ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എക്സോഡസ് റേസസിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ നോക്കുന്നത് CSEB എക്സാമിന് പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് അക്കൗണ്ടിങ്. അതിൻ്റെ അകത്ത് എപ്പോഴും കൺഫ്യൂഷൻ വരാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ് നമ്മൾ ഇന്നിവിടെ പഠിക്കാനായിട്ട് പോകുന്നത്. കൺഫ്യൂഷൻ ഇല്ലാതെ എങ്ങനെ ഉത്തരം എഴുതാൻ സാധിക്കുമെന്ന് കൃത്യമായിട്ട് ഞാൻ പറഞ്ഞു തരും. ഇതിൽ സംശയമുള്ളവരുണ്ടെങ്കിൽ ഈ വീഡിയോയ്ക്ക് ശേഷം ഞാൻ ഉറപ്പു പറയുന്നു, നിങ്ങൾക്ക് ഇതിൽ നിന്ന് ഇനി മാർക്ക് പോകില്ല. അതെന്റെ ഗ്യാരണ്ടിയാണ്. തീർച്ചയായിട്ടും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെ ഇതിനെ സിമ്പിൾ ആയിട്ട് ഉത്തരത്തിലേക്ക് എത്തിക്കാൻ സാധിക്കുന്നത്. നോക്കുക, ഇവിടുത്തെ ചോദ്യം ഇതാണ്: കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് 60,000 എങ്കിൽ സെയിൽസിന്റെ 25% ഗ്രോസ് പ്രോഫിറ്റ് എങ്കിൽ സെയിൽസ് എത്ര? നിങ്ങളിത് പഠിച്ചു വെച്ചേക്കുന്നത് 25/125 × 100, അല്ലെങ്കിൽ 25/75 × 100, അല്ലെങ്കിൽ 75/125, ഇങ്ങനെ കുറെ ഇക്വേഷൻ പഠിച്ചിട്ട് എല്ലാം അവസാനം കുഴഞ്ഞു മറിഞ്ഞു ഒന്നും മനസ്സിലാകാത്ത രീതിയിലായിരിക്കും ഇരിക്കുന്നത്. നിങ്ങൾ നോക്കുക, ഇതിനെ സിമ്പിൾ ആയിട്ട് എങ്ങനെ ഉത്തരത്തിലേക്ക് എത്തിക്കാൻ സാധിക്കും ഞാൻ പറഞ്ഞു. ഇവിടുത്തെ ചോദ്യം എന്താണെന്ന് മനസ്സിലാക്കി. ആദ്യം ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വന്ന കോസ്റ്റ്, അതിന്റെ ചിലവാണ് 60,000 രൂപ. അവർക്ക് കിട്ടിയ ലാഭം സെയിൽസിന്റെ 25%. അങ്ങനെയെങ്കിൽ ഇവിടുത്തെ സെയിൽസ് എത്രയായിരിക്കുമെന്ന് കണ്ടുപിടിക്കുക. ഇതാണ് ചോദ്യം. നിങ്ങൾ ഇതിനെ കൃത്യമായിട്ടൊന്ന് അനലൈസ് ചെയ്ത് മനസ്സിലാക്കിയാൽ മാത്രം മതി, ഉത്തരം കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. കോസ്റ്റ് എന്താണ്? കോസ്റ്റ് ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ നിർമ്മാതാവിന് വേണ്ടി വന്ന ചിലവാണ് ഇവിടുത്തെ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ അർത്ഥമാകുന്നത്. കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി വന്ന ചിലവാണ് കോസ്റ്റ്. ഇനി ഗ്രോസ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അദ്ദേഹത്തിന് കിട്ടേണ്ടിയ ലാഭമാണ് ഗ്രോസ് പ്രോഫിറ്റ്. നിങ്ങൾ തന്നെ ഓർത്തേ, എക്സാമ്പിൾ ഈ മാർക്കർ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യാണ്. നമുക്ക് പ്രൊഡ്യൂസ് ചെയ്തപ്പോൾ ഒരു മാർക്കറിന് 10 രൂപയാണ് കോസ്റ്റ് വന്നത്, 10 രൂപയാണ് ചിലവ് വന്നത്. നമുക്ക് ഈ മാർക്കർ വിൽക്കുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് നമുക്കൊരു 3 രൂപ ലാഭം കിട്ടണമെങ്കിൽ എത്ര രൂപയ്ക്ക് ഇത് സെയിൽ ചെയ്യണം? 13 രൂപയ്ക്ക് സെയിൽ ചെയ്യണം. അത് കോമൺ സെൻസ് കൊണ്ട് നമുക്ക് കിട്ടും അല്ലെ? 10 രൂപ ചിലവ്, 3 രൂപ ലാഭം, 13 രൂപയ്ക്ക് നമ്മൾ മാർക്കറ്റ് ചെയ്യണം. ദാറ്റ് മീൻസ് സെയിൽ ചെയ്യണം. അപ്പൊ നിങ്ങൾക്ക് പിടികിട്ടും, ഇവിടെ പറഞ്ഞ കോസ്റ്റും ഈ ഗ്രോസ് പ്രോഫിറ്റൂടെ ചേർക്കുന്ന ഒരു വാല്യൂ ആണ് സെയിൽസ് ആയിട്ട് വരുന്നത് അല്ലേ? ഇത് രണ്ടും ചേർക്കുന്ന വാല്യൂ അല്ലേ മക്കളെ സെയിൽസ് ആയിട്ട് വരുന്നത്? ശരിയല്ലേ? അപ്പൊ കോസ്റ്റ് ചിലവെന്ന് പറയുന്ന 10 ആണെങ്കിൽ ഗ്രോസ് പ്രോഫിറ്റ് 5 ആണെങ്കിൽ 15 ആയിരിക്കും സെയിൽസ്. കോസ്റ്റ് 30ഉം ഗ്രോസ് പ്രോഫിറ്റ് 4 ആണെങ്കിൽ 34 ആയിരിക്കും സെയിൽസ്. കാരണം ഇത് രണ്ടും കൂടെ ചേർക്കുന്നതാണ് ഇവിടെ എപ്പോഴും വരുന്നത്. അത് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കിയാൽ മതി, ഇതിന്റെ ഉത്തരം നിങ്ങൾക്ക് കിട്ടും. ഇനി ഈ ചോദ്യത്തെ നമുക്ക് ഇതിലേക്ക് കൺവേർട്ട് ചെയ്തൊന്ന് എടുക്കാം. നോക്കിയേ, കോസ്റ്റ് തന്നിട്ടുണ്ട്. കോസ്റ്റ് എഴുതി വെക്കാം നമുക്ക്. കോസ്റ്റ് 60,000 രൂപയാണ്. കോസ്റ്റ് 60,000. എന്നിട്ട് ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഗ്രോസ് പ്രോഫിറ്റ് എത്രയാണ്? 25%. തന്നിരിക്കുന്ന ശതമാനത്തെ നമ്മൾ മാറ്റി അങ്ങ് എഴുതി വെച്ചാൽ മതി. അത് എത്ര രൂപയാണെന്നുള്ളത് നമുക്ക് അറിയില്ലാത്തതുകൊണ്ട് ശതമാനം ആണ് അപ്പുറത്ത് എഴുതുന്നു. കോസ്റ്റിന്റെ ശതമാനം അറിയില്ല, നമ്മൾ എഴുതിയിട്ടില്ല. സെയിൽസിന്റെ ശതമാനം അറിയില്ല, തുക അറിയില്ല, നമ്മൾ എഴുതിയിട്ടില്ല. ബ്ലാങ്ക് ആയിട്ട് കിടക്കുക. അപ്പൊ ഞാനിവിടെ പറയുന്നത് ഈ കോളം എമൗണ്ടിന് വേണ്ടി, ഈ കോളം നിങ്ങൾ ഒരു പേഴ്സൻറ്റേജിന് വേണ്ടി ഒരു കോളമായിട്ട് ഇങ്ങനെ തരംതിരിച്ച് വെച്ചിരിക്കാൻ കുറച്ചുകൂടി എളുപ്പമുണ്ട്, മനസ്സിലാക്കാൻ വേണ്ടി എളുപ്പം ഉണ്ടാവും. ഓക്കെ ആണല്ലോ? അപ്പൊ നമുക്ക് ഇതിനെ ഇനി ഇക്വേഷനിലേക്ക്, അതായത് ഇക്വേഷൻ എന്ന് പറയുമ്പോൾ ഇതിനെ എങ്ങനെ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാമെന്ന് ഞാൻ പറയാം. ശ്രദ്ധിക്കണേ, കോസ്റ്റ് എന്ന് പറയുന്നത് ഈ പ്രൊഡക്റ്റിന് 60,000 ആയിട്ടുണ്ട്. എന്നാൽ 25% ഈ സെയിൽ വാല്യൂവിന്റെ 25% ആണെന്നാണ് പറയുന്നത്. നിങ്ങൾ ശ്രദ്ധിക്കണം, ഗ്രോസ് പ്രോഫിറ്റ് 25% ഓൺ സെയിൽസ് എന്നോ അല്ലെങ്കിൽ ഓൺ കോസ്റ്റ് എന്നോ ആയിരിക്കോ തന്നിരിക്കുന്നത്. അതായത് 25% ഗ്രോസ് പ്രോഫിറ്റ്. അത് എന്തിന്റെ 25 എന്നാ ഇവിടെ പറഞ്ഞേ? സെയിലിന്റെ 25, സെയിൽസിന്റെ 25 ആണ്. അപ്പൊ നിങ്ങൾ സെയിൽസിനെ 100 ആയിട്ട് പരിഗണിക്കുക. സെയിൽസിനെ നിങ്ങൾ 100 ആയിട്ട് പരിഗണിക്കുക. ഇവിടെ ഓൺ കോസ്റ്റ് എന്നാണ്, കോസ്റ്റിനെ നിങ്ങൾ 100 ആയിട്ട് പരിഗണിക്കണമായിരുന്നു. ഇവിടെ തന്നിരിക്കുന്നത് സെയിൽസ് എന്നായതുകൊണ്ട് സെയിൽസിനെ നിങ്ങൾ 100 ആയിട്ട് കൺസിഡർ ചെയ്യുന്നു. സെയിൽസിനെ നിങ്ങൾ 100 ആയിട്ട് കൺസിഡർ ചെയ്യുന്നു. ഇനി നമുക്ക് ഇവിടുത്തെ വാല്യൂ കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. കാരണം ഇതും കൂടെ കൂട്ടുന്നതാണ് സെയിൽ വാല്യൂ. കോസ്റ്റും ഗ്രോസ് പ്രോഫിറ്റും ചേർക്കുന്നതാണ് സെയിൽസ്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി, സെയിൽസ് എന്ന് പറയുന്നത് 100 രൂപയാണ്, ഗ്രോസ് പ്രോഫിറ്റ് കിട്ടി 25 ആണ് എങ്കിൽ എടാ മക്കളെ 75 ആയിരിക്കും അതിന്റെ കോസ്റ്റ്. കാരണം ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുന്നതാണ് ഈ താഴെ വരുന്നത്. ക്ലിയർ ആണോ? ഇപ്പൊ തന്നെ നിങ്ങൾക്ക് അതിന്റെ ആൻസർ കിട്ടിയിട്ടുണ്ട് ഒരു പക്ഷെങ്കിൽ. കാരണം ഇവിടുത്തെ ചോദ്യം ഇനി സിമ്പിൾ ആയിട്ട് നിങ്ങളൊന്ന് അനലൈസ് ചെയ്തേ. 60,000 എന്ന് പറയുന്നത് 75%. ഏതോ ഒരു തുകയുടെ 75% ഈ 60,000. അതേ തുകയുടെ
100% എത്രയാണെന്ന് നമുക്ക് ഈസി ആയിട്ട് ഇനി കണ്ടുപിടിക്കാം. ഏതോ തുകയുടെ 75% 60,000 നമുക്ക് മനസ്സിലായിട്ടുണ്ട്. ആ തുക 100% ആയിരുന്നെങ്കിൽ, ഇവിടെ 100% ആയിരുന്നെങ്കിൽ എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? തന്നിരിക്കുന്ന തുക 60,000. തന്നിരിക്കുന്ന തുക 60,000. 60,000-നെ 100%-ത്തിലേക്ക് ആക്കണം. നമുക്ക് എത്രയിലേക്ക് ആക്കണോ, ഏത് തുകയിലേക്ക് മാറ്റണോ അതുകൊണ്ട് ഗുണിക്കുക. ഇവിടെ 100-ലേക്ക് മാറ്റണം, അതുകൊണ്ട് ഞാൻ 100 കൊണ്ട് ഗുണിക്കുന്നു. ഇപ്പോൾ ആ തുക എത്ര ശതമാനമാണ്? 75 ഞാൻ അത് വെച്ച് ഭാഗിക്കുന്നു. ഇത് ചെയ്യുമ്പോൾ നമുക്ക് 60,000 എന്ന് പറയുന്നതിനെ 100%-ത്തിലേക്ക് കിട്ടും. ഓക്കെ, നോക്കാം എങ്ങനെ ചെയ്യാൻ പറ്റും. എടാ 100-നെയും 75-നെയും നമുക്ക് വെട്ടാനായിട്ട് സാധിക്കും. എങ്ങനെയാണ്? 25 വെച്ച് ഭാഗിച്ചു കഴിഞ്ഞാൽ 4 പ്രാവശ്യം 100-ൽ 25 ഉണ്ടാവും, 3 പ്രാവശ്യം 75-ൽ, അപ്പം 4/3 എന്ന് കിട്ടും. 60,000 ഇൻറ്റു 4/3 ചെയ്യാം. 3 ഇത് വെച്ച് ഭാഗിച്ചാൽ 2 എന്ന് വരും. അപ്പൊ 20,000 ഇൻറ്റു 4 എന്ന് നമുക്ക് വരും. ഉത്തരം 80,000 എന്ന് വരും. 80,000. എന്താ 80,000? 60,000 എന്ന് പറഞ്ഞത് ഒരു തുകയുടെ 75%. ആ തുകയുടെ 100% എന്ന് പറയുന്നത് 80,000 എന്നാണ് അതിന്റെ അർത്ഥം. പിടികിട്ടിയോ? ആ തുകയുടെ 100% 80,000. ഇപ്പൊ ക്ലിയർ ആണോ നിങ്ങക്ക്? നോക്കടാ, അതായത് 80,000-ന്റെ 75% അല്ലേ 60,000? അതാണ് അതിന്റെ കണക്ക്. 80,000-ന്റെ 75% ഈ 60,000 എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് ഈ തുക കണ്ടുപിടിക്കാനായിട്ട് ഇനി എളുപ്പമാണ്. കാരണം 60,000-ത്തിന്റെ കൂടെ ഏതോ ഒരു തുക കൂട്ടുമ്പോഴാണ് 80,000 കിട്ടേണ്ടത്. ഏത് തുകയാണത്? 20,000. വളരെ നിസ്സാരമാണല്ലോ, കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. വളരെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ സാധിച്ചു. നോക്കിയേ, ഇവിടുത്തെ ചോദ്യം സെയിൽസ് എന്നാണ്. നമ്മുടെ ഉത്തരം സെയിൽസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. സെയിൽസ് എന്ന് പറയുന്നത് 80,000. ഇവിടുത്തെ ചോദ്യം ഗ്രോസ് പ്രോഫിറ്റ് എത്ര എന്ന് ചോദിച്ചാലും കണ്ടുപിടിക്കായിരുന്നു. 20,000. കോസ്റ്റ് 60,000. വളരെ നിസ്സാരമായിട്ട് നമുക്ക് ഏത് തുകയും കണ്ടുപിടിക്കാനായിട്ട് ഇതിൽ നിന്ന് സാധിക്കും. ഓക്കെ അല്ലേ? ഒന്നുകൂടെ ഞാൻ നിസ്സാരമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാം, ശ്രദ്ധിക്കാം. ഓക്കെ, ശ്രദ്ധിച്ച് ഒന്നുകൂടെ പറയുന്നു. ഒരു പ്രൊഡക്റ്റിന്റെ കോസ്റ്റ് എന്ന് പറയുന്നത് 60,000. പ്രൊഡക്റ്റിന്റെ കോസ്റ്റ് 60,000. ഗ്രോസ് പ്രോഫിറ്റ് നമുക്കറിയില്ല, പക്ഷേ പെർസെന്റേജ് അറിയാം, 25% എന്നറിയാം. സെയിൽസും നമുക്ക് എത്രയാണെന്ന് അറിയില്ല, അതിന് പെർസെന്റേജ് നമുക്കറിയില്ല. ഇവിടെ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും 25% ഓൺ സെയിൽസ് എന്നായതുകൊണ്ട് നിങ്ങൾ വേറൊന്നും ചെയ്യേണ്ട. ഉത്തരം ഓൺ സെയിൽസ് എന്ന് വന്നുകൊണ്ട് സെയിൽസിന്റെ വാല്യൂ നിങ്ങൾ 100 ആയിട്ട് കൺസിഡർ ചെയ്യുന്നു. ഇവിടെ 100 കിട്ടിയ എളുപ്പമാണ്, കാരണം ഇത് രണ്ടും കൂടെ കൂട്ടുന്ന വാല്യൂ ആണ് 100. ഇവിടെ അതുകൊണ്ട് 75 ആണെന്ന് മനസ്സിലായി. ഏതോ ഒരു പ്രൊഡക്റ്റിന്റെ 75% 60,000 എന്നാണ് അതിന്റെ അർത്ഥം. 75% 60,000 എങ്കിൽ ഇതേ പ്രൊഡക്റ്റിന്റെ 100% എന്ന് പറയുന്നത് എങ്ങനെ കണ്ടുപിടിക്കാം? തന്നിരിക്കുന്ന പ്രൊഡക്റ്റ് എടുത്ത് എഴുതുക. 60,000 ഏതിലേക്കാണ് കണ്ടുപിടിക്കേണ്ടത്? 100-ലേക്ക് ആക്കണം നമുക്ക്. അപ്പൊ 100 കൊണ്ട് ഗുണിക്കുന്നു. ഇപ്പോൾ ആ പ്രൊഡക്റ്റിന്റെ വില 75 ആണ്. 75 കൊണ്ട് ഭാഗിക്കുന്നു. നമുക്ക് അതിന്റെ ഉത്തരം 80,000 എന്ന് കിട്ടും. അതായത് 60,000 എന്ന് പറയുന്ന ഏതോ ഒരു തുകയുടെ 75% ആണെങ്കിൽ അതേ തുകയുടെ 100% 80,000 എന്ന് നമുക്ക് കിട്ടി. ഇവിടെ അതിന്റെ ഉത്തരം കിട്ടി, എങ്കിലും അതിന്റെ ലാഭം കൂടെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. 80,000-ൽ നിന്ന് 60,000 കുറച്ചാൽ മതി, ലാഭം നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഇവിടെ ഏത് ചോദിച്ചാലും നമുക്ക് എഴുതാം. ലാഭം ചോദിച്ചാലും സെയിൽസ് ചോദിച്ചാലും നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. ക്ലിയർ ആണോ? നമുക്ക് വേറൊരു പ്രോബ്ലം കൂടെ ഒന്ന് നോക്കാം. ശ്രദ്ധിച്ച്, ഇവിടെ ചോദിച്ചിരിക്കുന്നത് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് 80,000, ഗ്രോസ് പ്രോഫിറ്റ് 20% ഓൺ സെയിൽസ്. അങ്ങനെയെങ്കിൽ സെയിൽസ് എത്ര? നമ്മൾ എങ്ങനെയാണ് ചെയ്തത്? ആദ്യം നമ്മൾ പറഞ്ഞ പോലെ തന്നെ കോസ്റ്റ് എഴുതി വെക്കുക, ഗ്രോസ് പ്രോഫിറ്റ് എന്നും എഴുതി വെക്കുന്നു, സെയിൽസ് എന്നും നമ്മൾ എഴുതി വെക്കുന്നു. ഇതിന്റെ വാല്യൂ ഒന്നും നമുക്ക് ഇപ്പോൾ അറിയില്ല അല്ലെ? ഇതിന്റെ വാല്യൂ, അതിന്റെ പെർസെന്റേജും അറിയില്ല. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് 80,000 വാല്യൂ തന്നത് നമ്മൾ എടുത്തെഴുതുന്നു. ഇത് കോസ്റ്റ് 80,000 ആണ്. ഗ്രോസ് പ്രോഫിറ്റ് 20%. സോ ഗ്രോസ് പ്രോഫിറ്റിന്റെ നേരെ 20% എന്നുള്ളത് നമ്മൾ മാറ്റി എഴുതി വെക്കുന്നു. ഓൺ സെയിൽസ് എന്നാണ്. അപ്പോൾ സെയിൽസിനെ നമ്മൾ എത്രയായിട്ട് കൺസിഡർ ചെയ്യണം? സെയിൽസിനെ നമ്മൾ 100 ആയിട്ട് പരിഗണിക്കുന്നു. നമുക്ക് സെയിൽസിനെ 100 ആയിട്ട് പരിഗണിക്കാനായിട്ട് സാധിക്കും. നോക്കൂ, ഇനി എളുപ്പമല്ലേ? ഇവിടെ സെയിൽസ് 100 വന്നു, ഇവിടെ ഗ്രോസ് പ്രോഫിറ്റ് 20 ആണെങ്കിൽ ഇവിടുത്തെ വാല്യൂ 80 ആയിരിക്കും. കാരണം 80 20 ചേർത്താണ് 100 കിട്ടുന്നത്. ഏതോ ഒരു പ്രോഡക്റ്റിന്റെ 80% 80,000 എങ്കിൽ അതേ പ്രോഡക്റ്റിന്റെ 100% കണ്ടുപിടിക്കാൻ സാധിക്കും. തന്ന പ്രോഡക്റ്റ് എടുത്തെഴുതുന്നു. 80,000 എത്രയിലേക്ക് കൺവേർട്ട് ചെയ്യണം? 100-ലേക്ക് മാറ്റണം. സോ ആ പ്രോഡക്റ്റ് 100 കൊണ്ട് ഗുണിക്കുന്നു. 100-ലേക്ക് മാറ്റണേ 100 കൊണ്ട് ഗുണിക്കുന്നു. 110-ലേക്ക് മാറ്റണമെങ്കിൽ 110 കൊണ്ട് ഗുണിച്ചാൽ മതിയായിരുന്നു. അപ്പം 100-ലേക്ക് നമുക്ക് കൺവേർട്ട് ചെയ്യണം. 100 കൊണ്ട് ഗുണിക്കുന്നു. ഇപ്പോൾ ആ പ്രോഡക്റ്റ് എത്രയാണ്? 80% അപ്പൊ നമുക്ക് ഇങ്ങനെ ചെയ്താൽ മതി.
ഇതിനെ വെട്ടിക്കുറയ്ക്കാം. 80 നമുക്ക് വെട്ടിപ്പോകും. 1000 × 100 എന്ന് പറയുമ്പോൾ 1,00,000 അതിന്റെ 100%. അപ്പൊ നോക്കിക്കേ, ആ പ്രൊഡക്റ്റ് വിറ്റിരിക്കുന്നത് 1,00,000 രൂപയ്ക്കാണ്. അതിന് വന്ന ചെലവ് 80,000 ആണ്. അപ്പൊ അതിന്റെ ലാഭം എത്രയാണ് മക്കളെ? 20,000 രൂപയുടെ ലാഭം. ഓക്കെ ആണോ? അപ്പൊ സെയിൽസ് ആണ് ചോദിച്ചിരിക്കുന്നത്. സെയിൽസ് ചോദിച്ചിരിക്കുന്നതുകൊണ്ട് നമുക്ക് സെയിൽസിന്റെ വാല്യൂ ഇവിടെ കിട്ടി. എത്ര സെയിൽസിന്റെ വാല്യൂ? 1,00,000 രൂപയാണ് സെയിൽസ് എന്ന് കിട്ടി. ഗ്രോസ് പ്രോഫിറ്റ് നമുക്ക് കിട്ടി 20,000. അത് ചോദിച്ചിട്ടില്ല. അത് ചോദിച്ചാൽ അതും നമുക്ക് കിട്ടി. വളരെ നിസ്സാരമായിട്ട് ഉത്തരം കണ്ടെത്താനായിട്ട് സാധിച്ചു. ശരിയല്ലേ? ഇനി മറ്റൊരു രീതിയിൽ ചോദ്യം വരും. അതും കൂടെ ഒന്ന് നമുക്ക് നോക്കിയിട്ട് പോകാം. ഇവിടുത്തെ ചോദ്യം വളരെ ശ്രദ്ധിക്കണം. ഇത്രയും നേരം നമ്മൾ പഠിച്ച പോലെ തന്നെയാണ്. സെയിൽസിന്റെ വാല്യൂ ആണ് ഇവിടെ തന്നിട്ടുള്ളത്. സെയിൽസ് ആണ് നേരത്തെ കണ്ടുപിടിക്കാൻ ചോദിച്ചത്. ഇവിടെ സെയിൽസിന്റെ വാല്യൂ 2000 തന്നിട്ടുണ്ട്. ഗ്രോസ് പ്രോഫിറ്റ് ഓൺ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ആണ് 25% എന്ന് പറയുന്നത്. ശ്രദ്ധിക്കുക, നമ്മൾ എഴുതിയ പോലെ തന്നെ ഇക്വേഷൻ എഴുതുന്നു. ആദ്യം കോസ്റ്റിന്റെ കോളം എഴുതി, അതിനുശേഷം ഗ്രോസ് പ്രോഫിറ്റ് എന്ന് എഴുതി വെച്ചു, അതിനുശേഷം സെയിൽസ് എന്ന് നമ്മൾ എഴുതി വെക്കുന്നു. ഇനി ഇവിടെ തന്നിരിക്കുന്ന വാല്യൂ എടുത്ത് എഴുതിക്കേ. സെയിൽസ് തന്നിട്ടുണ്ട് 2000. അപ്പൊ സെയിൽസിന്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചു. 2000 എന്ന് തന്നിട്ടുണ്ട്. ഗ്രോസ് പ്രോഫിറ്റിന്റെ വാല്യൂ തന്നിട്ടില്ല, പെർസെന്റേജ് തന്നിട്ടുണ്ട്. ഗ്രോസ് പ്രോഫിറ്റ് പെർസെന്റേജ് എഴുതി വെക്കുക. നേരത്തെ ചെയ്ത പോലെ തന്നെ 25% എന്ന് എഴുതി വെച്ചു. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എത്രയാണ്? ഇവിടുത്തെ തുകയാണ് കണ്ടുപിടിക്കേണ്ടത്. ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇവിടെ 25% ഓൺ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എന്നാണ്. നേരത്തെ പറഞ്ഞ പോലല്ല, ഓൺ സെയിൽസ് എന്നായിരുന്നു നേരത്തെ തന്നിരുന്നത്. ഇവിടെ ഗ്രോസ് പ്രോഫിറ്റ് ഓൺ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ആണ്. സോ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡിനെ നമ്മൾ 100 ആയിട്ട് കൺസിഡർ ചെയ്യുക. അപ്പൊ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡിനെ 100 ആയിട്ട് കൺസിഡർ ചെയ്യണം. നോക്കിക്കേ, അപ്പൊ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡിനെ 100 ആയിട്ട് കൺസിഡർ ചെയ്തു. ഗ്രോസ് പ്രോഫിറ്റ് 25 കിട്ടിയെങ്കിൽ അതിന്റെ അർത്ഥം 100ഉം 25ഉം കൂടെ ചേർക്കുമ്പോൾ 125 എന്ന് നമുക്ക് കിട്ടും. അർത്ഥം ഇത്രേ ഉള്ളൂ. സെയിൽസ് എന്ന് പറയുന്നത് 2000 ആണെന്ന് മനസ്സിലായി. അത് 125% ആണെന്ന് നമുക്ക് മനസ്സിലായി. അതായത് ഏതോ ഒരു പ്രൊഡക്റ്റ്, ഏതോ ഒരു തുകയുടെ 125% 2000 എങ്കിൽ ഇതേ തുകയുടെ 100% എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? പിള്ളേരെ ഇപ്പൊ ഞാൻ പറഞ്ഞു തന്നേ ഉള്ളൂ. കണ്ടുപിടിക്കേണ്ട തുക ഏതാ? 2000. ആ 2000നെ എത്രയായിട്ട് മാറ്റണം? എത്രയാണ് കണ്ടുപിടിക്കേണ്ടത്? 100 കണ്ടുപിടിക്കണം. സോ 100 കൊണ്ട് ഗുണിക്കുക. ഇപ്പോ പ്രൊഡക്റ്റിന്റെ വില എത്രയാ? 125. 125 കൊണ്ട് ഭാഗിക്കുക. നമുക്ക് ഈസി ആയിട്ട് ചെയ്യാം. എങ്ങനെ? 25 വെച്ച് ഭാഗിച്ചു കഴിഞ്ഞാൽ 4 എന്ന് കിട്ടും. 125നെ 25 വെച്ച് ഭാഗിച്ചു കഴിയുമ്പോൾ നമുക്ക് 5 എന്ന് ഉത്തരം കിട്ടും അല്ലെ? അപ്പൊ 4/5. 2000 × 4/5 ചെയ്യുമ്പോൾ എത്ര ആൻസർ വരും? 5നെ 20നെ വെച്ച് ഭാഗിക്കാൻ സാധിക്കും. I 4 20. ദാറ്റ് മീൻസ് 400 × 4 ആണ്. 4 16. 1600 എന്ന ഉത്തരം കിട്ടും. അതിന്റെ അർത്ഥം 2000 എന്ന് പറയുന്നത് ഏതോ ഒരു പ്രൊഡക്റ്റിന്റെ 125% ആണെങ്കിൽ അതിന്റെ 100% എത്രയാണ്? 1600 ആണ് എന്നാണ് അതിന്റെ അർത്ഥം. പിടികിട്ടിയോ? അപ്പൊ 100% എന്ന് പറഞ്ഞാൽ 1600 ആണ്. ഇനി ഇക്വേഷൻ ഒന്നും വേണ്ട, കണ്ടുപിടിക്കാം. എങ്ങനെ? സെയിൽസ് 2000 രൂപയ്ക്ക് ഒരു വസ്തു വിറ്റു, അതിന് വന്ന ചിലവ് 1600 ആണ്. ലാഭം എത്രയായിരിക്കും? അപ്പോൾ മനസ്സിലായിട്ടുണ്ട്, 400 ആണ് അതിന്റെ ലാഭം എന്ന് പറയുന്നത്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കണ്ടുപിടിക്കാനാണ്. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എത്രയാണ്? നമ്മൾ കണ്ടുപിടിച്ചു, 1600 ആണ്. നമ്മളോട് ഗ്രോസ് പ്രോഫിറ്റ് ചോദിച്ചാലും കണ്ടുപിടിക്കും, 400 ആണെന്ന് മനസ്സിലായി. സെയിൽസ് 2000 ആണെന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. ക്ലിയർ ആയി എന്ന് ഞാൻ വിശ്വസിക്കുന്നു കേട്ടോ. ഓൺ സെയിൽസ് എന്ന് പറഞ്ഞാൽ സെയിൽസിനെ 100 ആയിട്ട് കൺസിഡർ ചെയ്യുന്നു. ഇവിടെ ഏതാണ് ഓൺ അല്ലെങ്കിൽ ഓഫ് എന്ന് തരുന്നത്? ഏതിന്റെ 25% തന്നാലും അതിനെ നമ്മൾ 100 ആയിട്ട് പരിഗണിച്ചാൽ മാത്രം മതി ഉത്തരം കണ്ടെത്താൻ. ഒരു ചോദ്യം കൂടെ നോക്കിയാൽ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. ഇവിടുത്തെ ചോദ്യം ശ്രദ്ധിച്ചേ. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് 1,50,000 രൂപ. ഗ്രോസ് പ്രോഫിറ്റ് ഓൺ സെയിൽസ്. അപ്പൊ ഓൺ സെയിൽസ്, ഓൺ എന്നൊരു വാക്ക് തന്നാൽ അല്ലെ ഓഫ് എന്നൊരു വാക്ക് തന്നാൽ ശ്രദ്ധിക്കണമെന്ന് ഞാൻ പറഞ്ഞു. ഓൺ സെയിൽസ് എന്നാണ് 25%. അതുകൊണ്ട് ഓൺ സെയിൽസ് എന്ന് പറയുന്നതാണ് നമ്മുടെ കീ പോയിന്റ്. അതാണ് ഉത്തരത്തിലേക്ക് നമ്മൾ എത്തിക്കുന്നത്. ഇനി ഫൈൻഡ് ഗ്രോസ് പ്രോഫിറ്റ്. ഗ്രോസ് പ്രോഫിറ്റ് എത്രയെന്ന് കണ്ടുപിടിക്കാം. നമ്മുടെ ഇക്വേഷൻ എങ്ങനെയാണ്? ആദ്യം കോസ്റ്റ് എഴുതുന്നു, അതിനുശേഷം ഗ്രോസ് പ്രോഫിറ്റ്, നമുക്ക് വേണ്ടി ഗ്രോസ് പ്രോഫിറ്റ് കണ്ടുപിടിക്കുക, അതിനുശേഷം സെയിൽസിന്റെ വാല്യൂ എഴുതി വെക്കുന്നു. ഇത്രേ ഉള്ളൂ. ഇതിനപ്പുറം വേറെ ഒന്നുമില്ല. എന്താണ്? കോസ്റ്റ് തന്നിട്ടുണ്ട് 1,50,000. ഇവിടെ നമുക്ക് എഴുതേണ്ട വാല്യൂ കിട്ടി, 1,50,000 എഴുതി വെച്ചു. അടുത്തത് ഗ്രോസ് പ്രോഫിറ്റ് ഉണ്ട്. ഗ്രോസ് പ്രോഫിറ്റ് എത്രയാണ് മക്കളെ? ഗ്രോസ് പ്രോഫിറ്റ് 25% ആണ്. എന്തിന്റെ 25% ആണെന്ന് കണ്ടുപിടിക്കണം. ഓൺ സെയിൽസ്. അപ്പം സെയിൽസിനെ 100 ആയിട്ട് കൺസിഡർ ചെയ്യുക. സെയിൽസിനെ 100 ആയിട്ട് കൺസിഡർ ചെയ്യണം. സെയിൽസ് 100, ഗ്രോസ് പ്രോഫിറ്റ് 25 ആണെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് കോസ്റ്റ് 75. കാരണം 75 25 ആണ് 100 വരുന്നത്. ഏതോ ഒരു പ്രൊഡക്റ്റിന്റെ
75% 1,50,000. അതിന്റെ 100% കണ്ടുപിടിക്കാനായിട്ട് വളരെ എളുപ്പമാണ്. തന്നിരിക്കുന്ന വാല്യൂ 1,50,000 ആണ്. അതിനെ നമുക്ക് 100ലേക്ക് മാറ്റണം. അതുകൊണ്ട് 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഡിവൈഡഡ് ബൈ, ഇപ്പോൾ അതിന്റെ വാല്യൂ 75 ആണ്. സോ 75 വെച്ച് ഭാഗിക്കുന്നു. ഉത്തരം എളുപ്പമാണ്. 100ൽ 4 പ്രാവശ്യം 25 ഉണ്ട്. ഇവിടെ 3 പ്രാവശ്യം 4/3 എന്ന് നമുക്ക് കിട്ടും അല്ലെ. അപ്പൊ 3നെ 15നെയും ഭാഗിക്കാനായിട്ട് സാധിക്കും. എത്ര വരും? 5 എന്ന് വരും. അതിന്റെ അർത്ഥം 50,000 ഇൻറ്റു 4 എന്ന് വരും. 50,000 ഇൻറ്റു 4 എന്ന് പറഞ്ഞാൽ 2 ലക്ഷമാണ്. അതിന്റെ 2 ലക്ഷം എന്ന് കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ഒരു പ്രൊഡക്റ്റിന്റെ വാല്യൂ എന്ന് പറയുന്നത് ഈ 75% 1,50,000 ആണെങ്കിൽ അതിന്റെ 100% 2 ലക്ഷമാണെന്ന് കിട്ടി. ഇനി ഇവിടുത്തെ വാല്യൂ കിട്ടുമല്ലേ? 2 ലക്ഷത്തിൽ നിന്ന് 1,50,000 പോയി കഴിഞ്ഞാൽ 50,000 ആണ് അവിടുത്തെ ഗ്രോസ് പ്രോഫിറ്റ്. നമുക്ക് ഇവിടെ ഉത്തരം കിട്ടിയിട്ടുണ്ട്. ഗ്രോസ് പ്രോഫിറ്റ് എത്രയാണ് മക്കളെ വരുന്നത്? 50,000. ക്ലിയർ ആയോ? ഇത് ക്ലിയർ ആയില്ലേ? അപ്പൊ ഇതിന്റെ അകത്തുനിന്ന് ഇനി സംശയമൊന്നും വരത്തില്ല. നിങ്ങൾക്ക് തന്നിരിക്കുന്ന വാല്യൂ എടുത്ത് എഴുതുന്നു, ഗ്രോസ് പ്രോഫിറ്റിന്റെ പെർസെന്റേജ് അപ്പുറത്ത് എഴുതുന്നു. അത് എന്തിനു മേലാണ് ആ പ്രോഫിറ്റിന്റെ ഗ്രോസ് പ്രോഫിറ്റ് പെർസെന്റേജ് വന്നിരിക്കുന്നത്? സെയിൽസ് ആണെങ്കിൽ സെയിൽസിനെ 100 ആയിട്ട് എടുക്കുന്നു, കോസ്റ്റ് ആണെങ്കിൽ കോസ്റ്റിനെ 100 ആയിട്ട് എടുക്കുന്നു. സിമ്പിൾ ആയി അതിനെ 100 ആക്കി എടുത്താൽ ബാലൻസ് വരുന്നത് ഇവിടെയാണെങ്കിൽ ഇതിൽ നിന്ന് കുറയ്ക്കുന്നു. താഴെയാണ് നമുക്ക് എഴുതേണ്ട വാല്യൂ എങ്കിൽ രണ്ടും കൂടെ ആഡ് ചെയ്തിട്ട് എഴുതി വെക്കുന്നു. പിന്നെ അതിനെ 100ലേക്ക് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉത്തരത്തിലേക്ക് എത്താനായിട്ട് സാധിക്കും. സിമ്പിൾ ആണ്. ഇതുപോലെ തന്നെ ഇതിന്റെ അകത്തുനിന്ന് വേറൊരു ചോദ്യം വരാറുണ്ട്. സെയിൽസിന്റെ 20% ഗ്രോസ് പ്രോഫിറ്റ് എങ്കിൽ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡിന്റെ എത്ര പെർസെന്റേജ് ആയിരിക്കും എന്നൊരു ചോദ്യം വരാറുണ്ട് അല്ലെ. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. വ്യക്തമായിട്ട് അത് മനസ്സിലാക്കാം. ഇതിനേക്കാൾ ഈസി ആയിട്ട് അത് മനസ്സിലാവും. വേണമെങ്കിൽ ഈ എക്സാമ്പിളിൽ നിന്ന് തന്നെ ഞാനൊന്ന് പറഞ്ഞു തരാനായിട്ട് ശ്രമിക്കാം. നിങ്ങൾക്ക് അത് മനസ്സിലാകും. എത്രത്തോളം പിടികിട്ടും അറിയില്ല. ഈ എക്സാമ്പിൾ നോക്കിയേ. സെയിൽസിന്റെ, അതായത് ഈ 100 എന്ന് പറയുന്ന പെർസെന്റേജിലേക്ക് നമ്മൾ മാറ്റണം, എങ്കിലേ എളുപ്പമാവുള്ളൂ കേട്ടോ. 100ന്റെ എത്ര പെർസെന്റേജ് ആണ് 25 എന്ന് നോക്കിക്കേ. എടാ 25 100ൽ എത്ര തവണ ഉൾക്കൊള്ളുന്നുണ്ട്? 4 തവണ. അതിന്റെ അർത്ഥം 1/4 എന്നാണ് അതിന്റെ അർത്ഥം. ഓക്കെ ആണോ? ഇനി എങ്ങനെയെങ്കിൽ കോസ്റ്റിന്റെ എത്ര ശതമാനമാണ് ഗ്രോസ് പ്രോഫിറ്റ് എന്ന് ചോദിച്ചാൽ 25 75ൽ എത്ര തവണയുണ്ടാ? 3 തവണയുണ്ട്. 1/3. അതായത് സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. 100ൽ 25 എന്ന് പറയുന്നത് പോലെ 75ൽ 25 എത്രയാണ് എന്നുള്ളതാണ് നമ്മുടെ പെർസെന്റേജ്. അതായത് ഈ 1/4 എന്ന് പറയുമ്പോൾ പേഴ്സണിലേക്ക് മാറ്റി കഴിഞ്ഞാൽ, അതായത് ഇവിടെ കിട്ടിയ ആൻസർ നമ്മൾ ഇങ്ങോട്ട് എഴുതുക കേട്ടോ. 1/4 എന്ന് ഞാൻ എഴുതി. ഇവിടെ വന്നത് 1/3 എന്ന് എഴുതി. അതിന്റെ അർത്ഥം ഇത്രേ ഉള്ളൂ. ഒരു പ്രൊഡക്റ്റിന്റെ സെയിലിന്റെ 1/4% ആണ് ഗ്രോസ് പ്രോഫിറ്റ് എങ്കിൽ അതേ പ്രൊഡക്റ്റിന്റെ കോസ്റ്റിന്റെ 1/3 ആയിരിക്കും ഗ്രോസ് പ്രോഫിറ്റ് എന്നാണ് ഇതിന്റെ ഇക്വേഷൻ എന്ന് മനസ്സിലാവുന്നത്. ഇതിനെ നമുക്ക് പേഴ്സണിലേക്ക് മാറ്റണമെങ്കിൽ എളുപ്പമാണ്. 100നെ 4 വെച്ച് ഭാഗിച്ചാൽ എത്ര കിട്ടും? 25 എന്ന് കിട്ടും. അതാണ് അതിന്റെ ആൻസർ. ഇനി 100നെ 3 വെച്ച് ഭാഗിച്ചാൽ മതി. പേഴ്സണിലേക്ക് മാറ്റേണ്ടത് 3 വെച്ച് ഭാഗിച്ചാൽ 33.33 എന്ന് കിട്ടും. ഓക്കെ ആണോ? അപ്പൊ കോസ്റ്റിന്റെ 33.33% ഗ്രോസ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ അതിന് തുല്യമായിരിക്കും സെയിൽസിന്റെ 25% ഗ്രോസ് പ്രോഫിറ്റ് വരുന്നതെന്ന് ഓർത്ത് വെച്ചാൽ മതി. ഓക്കെ ആണോ? അത് പിന്നീട് നമുക്ക് ഒരു ക്ലാസ് പഠിക്കാം. ഇപ്പൊ ഈ ഇക്വേഷൻ മാത്രം നിങ്ങളൊന്ന് പഠിച്ചാൽ വളരെ എളുപ്പമായിരിക്കും. അപ്പൊ ഇത് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. ഞാൻ ഇപ്പൊ പറഞ്ഞ ഇക്വേഷൻ അടുത്ത ക്ലാസ്സിൽ ഞാൻ അത് കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്ന പോലെ തന്നെ സിമ്പിൾ ആയിട്ട് എടുത്തു തരാം. അപ്പൊ ഇന്ന് പഠിച്ച ഇത് മാത്രം നിങ്ങൾ എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. ബാക്കിയുള്ള പ്രോബ്ലം, അതായത് കോസ്റ്റിന്റെ ഇത്ര ശതമാനമാണെങ്കിൽ സെയിൽസിന്റെ എത്ര ശതമാനമാണ്, കോസ്റ്റിന്റെ 1/4 ആണെങ്കിൽ സെയിൽസിന്റെ എത്രയാണ് എന്നൊക്കെ ചോദ്യം വന്നാൽ അതിനെ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ അടുത്ത ക്ലാസ്സിൽ കാണാം. അപ്പൊ ഇത് നിങ്ങൾ ഓർത്ത് വയ്ക്കുക. ഇത്രേ ഉള്ളൂ. സിമ്പിൾ ആണ്. തന്നിരിക്കുന്നത് ആദ്യം എടുത്തെഴുതുക. ഇവിടെ കോസ്റ്റ് ആദ്യം തന്നിരുന്നത് നമുക്ക് ഏതേ ഉള്ളൂ? കോസ്റ്റ് മാത്രമുള്ളൂ. ആദ്യം നമ്മൾ എടുത്തത് എഴുതി, കോസ്റ്റിനെ എടുത്തെഴുതി. അതിനുശേഷം പെർസെന്റേജ് ഉണ്ട്, പെർസെന്റേജ് എടുത്തെഴുതി. അത് ഏതിന് മേളിലാണ് വന്നത്? സെയിൽസ്. സെയിൽസിനെ 100 ആയിട്ട് കൺസിഡർ ചെയ്തു. അപ്പൊ നമുക്ക് ഇവിടുത്തെ വാല്യൂ എടുത്തെഴുതാൻ പറ്റി. 100ൽ നിന്ന് 25 കുറച്ചപ്പോൾ നമുക്ക് 75 കിട്ടി. ഏതോ ഇത് എഴുതി വെച്ചിട്ടുണ്ട് നമ്മൾ ആദ്യം തന്നെ അല്ലെ. ഏതോ ഒരു പ്രൊഡക്റ്റിന്റെ 75% 1,50,000 ഇതിനെ 100ലേക്ക് മാറ്റാനായിട്ട് 1,50,000 ഇൻറ്റു 100/75 ചെയ്തപ്പോൾ നമുക്ക് കിട്ടി 2 ലക്ഷം. സോ ഇതിന്റെ ബാലൻസ്, അതായത് 2 ലക്ഷത്തിൽ നിന്ന് 1,50,000 പോയാൽ 50,000 ആയിരിക്കും ഗ്രോസ് പ്രോഫിറ്റ് വരുന്നത്. നമ്മൾ ഉത്തരവും കണ്ടെത്തിയിട്ടുണ്ട്. ക്ലിയർ ആയിട്ട് നിങ്ങൾ മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അടുത്ത തവണ ഇതിൽ നിന്ന് ചോദ്യം പോകരുത്. ഈ ചോദ്യം കാണുമ്പോഴേ എനിക്കിത് കിട്ടിയെന്ന് നിങ്ങൾ മനസ്സിൽ ഉറപ്പിച്ചുകൊള്ളുക. അടുത്ത ക്ലാസ്സിൽ കാണാം. അടുത്ത ക്ലാസ്സിൽ ഇതിനേക്കാൾ എളുപ്പമായിട്ടുള്ള കണക്കാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞു വെച്ചത്. അത് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പൊ എല്ലാവരും ഇതൊന്നുകൂടെ വർക്ക്ഔട്ട് ചെയ്യുക. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ ഇത് കിട്ടുമ്പോൾ നിങ്ങൾ നന്നായിട്ട് ഇത് റിവൈസ് ചെയ്ത് നോക്കണം. എങ്കിൽ മാത്രമേ മാർക്ക് കിട്ടത്തുള്ളൂ. സോ അടുത്തൊരു ക്ലാസ്സിൽ കാണാം. നിങ്ങൾക്ക് നമ്മുടെ ലൈവ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ, നമ്മൾ ലൈവ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ലൈവ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ഞാൻ നമ്പർ കൊടുത്തേക്കാം. അതിലൊന്ന് കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് നമ്മുടെ ലൈവ് ക്ലാസ്സിൽ
അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. സോ എല്ലാവരും നന്നായിട്ട് പഠിക്കുക, നല്ലൊരു വിജയം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. ഇറ്റ്സ് മീ ജയ് സൈനിങ് ഓഫ്. ഗോഡ് ബ്ലെസ് യു ഓൾ ആൻഡ് താങ്ക് യു.